നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കോൺഗ്രസിൽ പൊട്ടിത്തെറി, KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം. സുധാകരനെതിരെ ആഞ്ഞടിച്ച് സതീശൻ. KPCC നേതൃക്യാമ്പിൽ അധ്യക്ഷൻ K സുധാകരനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KPCC ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് സതീശൻ പറഞ്ഞു. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ കൊള്ളില്ല. മണ്ഡലം പുനഃസംഘടനയിൽ A ഗ്രൂപ്പും K സുധാകരനെതിരെ രംഗത്തെത്തി. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് സുധാകരനെതിരെ കടുത്ത വിമർശനമുയർന്നത്. നേരത്തെയും KPCC അധ്യക്ഷന്റെ നടപടികളിൽ സതീശന് അതൃപ്തിയുണ്ടായിരുന്നു. പലതവണ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും വിമർശനമുണ്ടായിട്ടും സുധാകരൻ ഒരക്ഷരം മറുപടി നൽകിയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ആൾക്കൂട്ടത്തെ തനിച്ചാക്കിയിട്ട് ഒരാണ്ട്. ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണെന്നും ഉമ്മൻചാണ്ടി. വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് OC. ഹൃദയം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണിച്ചേർന്ന് രാവും പകലുമായി നൽകിയ വിടപറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല. പകരം ഒരാളില്ലെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ബാക്കിവെക്കുന്ന വിടവ്. പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കൂട്ടിയ നേതാവ്. ജനസമ്പർക്കം കൊണ്ടുതന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എന്തിനും മാനദണ്ഡം. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. 1 മാസത്തിനിടെ തകരുന്നത് 15ാമത്തെ പാലം. ബീഹാറിൽ വീണ്ടും പാലം തകർന്നു. 1 മാസത്തിനിടെ തകരുന്നത് 15ാമത്തെ പാലം. നദിയിലെ ജലനിരപ്പ് ഉയർന്നതാണ് പാലം തകരാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതോടെ ബീഹാറിൽ 1 മാസത്തിനിടെ 15ാമത്തെ പാലമാണ് തകർന്നത്. കനത്ത മഴയാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. കനത്ത മഴ, എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ ഇറക്കാനായില്ല. നെടുമ്പാശ്ശേരിയിൽ ലാൻഡിംഗ്, യാത്രക്കാർ ഇറങ്ങിയില്ല. കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ ഇറക്കാൻ കഴിയാതെ വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. പുലർച്ചെ കുവൈറ്റിൽ നിന്നെത്തിയ വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. അതേസമയം വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. യാത്രക്കാർ വിമാനത്തിൽ തന്നെ തുടരുകയാണ്. കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. പുറത്താക്കിയാലും കോൺഗ്രസ് വിട്ടുപോകില്ല. കരുണാകരന് ചീത്തപ്പേരുണ്ടാക്കില്ലെന്ന് K മുരളീധരൻ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും കോൺഗ്രസ് വിട്ട് താൻ പോകില്ലെന്ന് K മുരളീധരൻ. മരിച്ചുപോയ K കരുണാകരന് ചീത്തപ്പേരുണ്ടാക്കില്ല. വയനാട് KPCC എക്സിക്യൂട്ടീവിൽ തൃശൂർ പരാജയം ചർച്ചയായിട്ടില്ല. ചർച്ച ചെയ്യാതിരിക്കാനാണ് താൻ പങ്കെടുക്കാതിരുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചാരണത്തിനുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ PC വിഷ്ണുനാഥിനൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലും സജീവമായി പ്രവർത്തിക്കുമെന്നും K മുരളീധരൻ വ്യക്തമാക്കി.
കൂറ്റൻ ഫ്ലക്സും ടാർപോളിനും ട്രാക്കിലേക്ക് വീണു. കൊച്ചി മെട്രോ സർവീസ് തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ കൊച്ചി മെട്രോ സർവീസ് തടസ്സപ്പെട്ടു. ട്രാക്കിലേക്ക് ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണു. കലൂർ മെട്രോ സ്റ്റേഷനും ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനും ഇടയിലാണ് അപകടമുണ്ടായത്. ഇതോടെ ഈ റൂട്ടിൽ ഗതാഗതം നിർത്തിവച്ചു. ഇന്ന് നഗരത്തിൽ ശക്തമായ മഴയും കാറ്റും നേരിടുന്നുണ്ട്. ഫ്ലക്സ് ബോർഡ് മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു. പിന്നാലെ എറണാകുളം സൗത്ത് കടവന്ത്ര സ്റ്റേഷനിടയിലുള്ള മെട്രോ ട്രാക്കിലേക്ക് ടാർപോളിനും മറിഞ്ഞു വീണു. ഇതോടെ ഇതുവഴി രണ്ട് ഭാഗത്തേക്കുമുള്ള ട്രെയിൻ സർവീസ് 15 മിനിറ്റോളം നിർത്തിവച്ചു. ആര് വിചാരിച്ചാലും ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ വിസ്മരിക്കാനോ താഴ്ത്തിക്കെട്ടാനോ കഴിയില്ല. രമേശ് ചെന്നിത്തല. സർക്കാർ വിചാരിച്ചാലും ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളെ വിസ്മരിക്കാനോ താഴ്ത്തിക്കെട്ടാനോ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം പദ്ധതി ധീരമായി നടപ്പിലാക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് അന്ന് പരാമർശിക്കാതിരുന്നത് കൊടും തെറ്റാണെന്നും പദ്ധതിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ ജാള്യതയാണ് പിണറായിക്കെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് തങ്ങളുടെ മര്യാദയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 50ഓളം വീടുകൾ പൂർത്തിയാക്കി നൽകണമെന്നാണ് ആഗ്രഹം. ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 50ഓളം വീടുകൾ പൂർത്തിയാക്കി നൽകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഉമ്മൻചാണ്ടി കോളനിയിൽ ഇന്നല്ലെങ്കിൽ നാളെ പിതാവിന്റെ പേരിൽ സ്കൂൾ നിർമ്മിക്കുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രണ്ട് തവണ രക്തപരിശോധന നടത്തി വിഷമകത്ത് ചെന്നിട്ടില്ല. ചിറ്റൂർ ആശുപത്രി സൂപ്രണ്ട്. പാലക്കാട് ചിറ്റൂരിൽ ആശുപത്രിയിൽ വെച്ച് യുവതിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ പരിശോധനാ റിപ്പോർട്ട് പുറത്ത്. യുവതിയുടെ ശരീരത്തിൽ വിഷാംശം എത്തിയിട്ടില്ലെന്നാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. 2 തവണ രക്തപരിശോധന നടത്തി വിഷാംശം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതായി ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.